അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുല്ലപ്പൂവാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഗ്രീനും വൈറ്റും കളറും എടുത്തിട്ട് നമ്മൾ ക്രോഷ്യ നീഡിൽ 3.0 ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ മാജിക് റിംഗ് ഇടുക. ഇനി നമുക്ക് 120 ചെയിൻ ആണ് ഇടേണ്ടത്. ഇതേപോലെ 120 ചെയിൻ ഇട്ട് കഴിയുമ്പം നമുക്ക് 1 എക്സ്ട്രാ ചെയിനും കൂടെ ഇടുക. ഇതേപോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ 121 ചെയിൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്കിപ്പ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതേപോലെ 120 ചെയിനിൽ ഫുള്ള് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമ്മൾ 120 ചെയിനിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് യാൺ കട്ട് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ ആഡ് ചെയ്യാം. ആദ്യം തന്നെ മാജിക് റിംഗ് ഇടുക. എന്നിട്ട് ഗ്രീൻ കളറിലോട്ട് വൈറ്റ് കളർ അറ്റാച്ച് ചെയ്യുക. ഇനി നമുക്ക് 3 ചെയിൻ ഇടാം. 1 2 3. ഇനി നമുക്ക് ആ സെയിം ഗ്യാപ്പിൽ തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4. ഇനി നമുക്ക് 3 ചെയിൻ ഇട്ട് അവിടുന്ന് ക്രോഷ്യ ഇട്ട് വലിച്ചെടുക്കാം. ഇനി നമുക്ക് വീണ്ടും 3 ചെയിൻ ഇടാം. 1 2 3. ഇനി നമുക്ക് 4 ഡബിൾ ക്രോഷ്യ ചെയ്ത ഗ്യാപ്പിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയിനിലോട്ട് പോയിട്ട് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇനി നമുക്ക് വീണ്ടും 3 ചെയിൻ ഇടാം. 1 2 3. ഇനി നമുക്ക് സെയിം ഗ്യാപ്പിൽ തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4. ഇനി നമുക്ക് 3 ചെയിൻ ഇട്ട ഗ്യാപ്പിൽ ചെന്നിട്ട് ക്രോഷ്യ നീഡിൽ വെച്ച് വലിച്ചെടുക്കുക. ഇനി നമുക്ക് 3 ചെയിൻ ഇടാം. 1 2 3. ഇനി നമുക്ക് 4 ചെയിൻ ഇട്ട ഗ്യാപ്പിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയിനിലോട്ട് ചെന്നിട്ട് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇനി വീണ്ടും 3 ചെയിൻ ഇടാം. 1 2 3. ഇനി നമുക്ക് സെയിം ഗ്യാപ്പിൽ തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3
4. ഇനി നമുക്ക് 3 ചെയിൻ ഇട്ട ഗ്യാപ്പിൽ നിന്ന് ക്രോഷ്യ നീഡിൽ വെച്ച് വലിച്ചെടുക്കുക. ഇനി നമുക്ക് വീണ്ടും 3 ചെയിൻ ഇടാം. 1 2 3. ഇനി നമുക്ക് 4 ഡബിൾ ക്രോഷ്യ ചെയ്ത ഗ്യാപ്പിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയിനിലോട്ട് പോവുക. എന്നിട്ട് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇനി നമുക്ക് 3 ചെയിൻ ഇടാം. 1 2 3. ഇനി നമുക്ക് സെയിം സ്പേസിൽ തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4. ഇനി നമുക്ക് 3 ചെയിൻ ഇട്ട ഗ്യാപ്പിൽ നിന്ന് ക്രോഷ്യ നീഡിൽ വെച്ച് വലിച്ചെടുക്കുക. ഇനി നമുക്ക് വീണ്ടും 3 ചെയിൻ ഇടാം. 1 2 3. ഇനി നമുക്ക് 4 ഡബിൾ ക്രോഷ്യ ചെയ്ത ഗ്യാപ്പിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയിനിലോട്ട് പോയിട്ട് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇനി നമുക്ക് വീണ്ടും 3 ചെയിൻ ഇടാം. 1 2 3. ഇനി നമുക്ക് സെയിം ഗ്യാപ്പിൽ തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4. ഇനി നമുക്ക് 3 ചെയിൻ ഇട്ട ഗ്യാപ്പിൽ നിന്ന് തന്നെ വീണ്ടും ക്രോഷ്യ നീഡിൽ വെച്ച് വലിച്ചെടുക്കാം. ഇനി നമുക്ക് വീണ്ടും 3 ചെയിൻ ഇടാം. 1 2 3. ഇനി നമുക്ക് 4 ഡബിൾ ക്രോഷ്യ ചെയ്ത ഗ്യാപ്പിൽ തന്നെ വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയിനിലോട്ട് പോവുക. എന്നിട്ട് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. 1 2 3. ഇനി നമുക്ക് സെയിം ഗ്യാപ്പിൽ തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4. ഇനി നമുക്ക് 3 ചെയിൻ ഇട്ട ഗ്യാപ്പിൽ തന്നെ ക്രോഷ്യ നീഡിൽ വെച്ച് വലിച്ചെടുക്കുക. ഇനി നമുക്ക് വീണ്ടും 3 ചെയിൻ ഇടാം. 1 2 3. ഇനി നമുക്ക് 4 ഡബിൾ ക്രോഷ്യ ചെയ്ത ഗ്യാപ്പിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയിനിലും വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി നമുക്ക് മൊത്തം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കിതിനെ അടുത്തടുത്ത് വരാൻ വേണ്ടി ഇതിനെ ഇതേപോലെ കറക്കുക. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.